വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ അധിക ചുമതലയിൽ നിന്ന് വിടുതൽ നൽകിക്കൊണ്ട് മുനിസിപ്പൽ ഡയറക്ടറുടെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി നഗരസഭയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി ശുചിത്വ മിഷൻ്റെ പൂർണ്ണ ചുമതല ഉണ്ടായിട്ടും ചെയ്യാൻ അധിക ചുമതല വാങ്ങി വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ ചുമതല കൂടി നിർവഹിച്ചു വരികയായിരുന്നു. ഇതിനെതിരെ മാത്രമല്ല, കഴിഞ്ഞ വർഷം 2021 മുതൽ കെ മനോജ് വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി ആയതിനു ശേഷം മുനിസിപ്പൽ ആക്ടിൻ്റെ പരിപൂർണ ലംഘനമാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നിട്ടുള്ളത്. നിരവധി തവണ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ അതിനെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തി, പ്രതിഷേധം നടത്തി, വിയോജനക്കുറിപ്പ് എഴുതി, പരാതികൾ നൽകി. മിനിറ്റ്സിൻ്റെ കോപ്പി പോലും ഞങ്ങൾക്ക് തന്നിരുന്നില്ല. ഓഡിറ്റ് റിപ്പോർട്ട് നഗരസഭാ യോഗങ്ങളിൽ വെക്കേണ്ടത് വെച്ചിരുന്നില്ല. അതൊക്കെ വെച്ചിട്ടുണ്ട് എന്ന് പറയാം, എന്നിട്ട് ഇവർ എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. മിനിറ്റ്സിൻ്റെ കോപ്പി തരാത്തത് തെറ്റായ തീരുമാനങ്ങൾ എഴുതി ചേർക്കുന്നതിൻ്റെ ഭാഗമാണ്. അവസാനം വിവരാവകാശം വെച്ചത് ഇരിക്കുന്ന രേഖകൾ നഗരസഭയുടെ ഈ മനോജ് സെക്രട്ടറി ആയതിനു ശേഷമുള്ള ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെയും മുനിസിപ്പൽ മിനിറ്റ്സിൻ്റെയും കോപ്പിയാണ്. 7000 രൂപ വിവരാവകാശത്തിൻ്റെ ഫീസ് അടച്ചുകൊണ്ടാണ് ഞാനിത് എടുത്തത്. നഗരസഭയിൽ രേഖാമൂലം ഇത് ഞങ്ങൾക്ക് തന്നില്ല. 7000 രൂപ ഫീസ് അടച്ചുകൊണ്ടാണ്. ഇതിനകത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളിൽ എല്ലാ മേഖലയിലും അഴിമതിയാണ്. ഇയാൾ ദിവസവേതനക്കാർക്കാണ് ഇയാൾ അഡ്വാൻസ് കൊടുക്കുന്നത് വർക്ക് നടത്താൻ, കണ്ടിജൻ സ്റ്റാഫിന്, ദിവസവേതനക്കാർക്ക്. എന്നിട്ട് വർക്ക് നടത്തി അതിന് കൃത്യമായ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇയാൾ നടത്തിയ ഓരോ പ്രവർത്തനവും ലക്ഷക്കണക്കിന് രൂപയുടെ ഒബ്ജക്ഷനാണ് ഇയാൾ നടത്തിയ ഓരോ പ്രവർത്തനത്തിനും ഓഡിറ്റ് റിപ്പോർട്ട് തടസ്സം നിന്നിട്ടുള്ളതും അതിനൊരു വ്യക്തമായ മറുപടി ഇയാൾ കൊടുത്തിട്ടില്ല. നഗരസഭാ ചെയർമാൻ അതിന് കൂട്ടു നിൽക്കുകയാണ്. നഗരസഭാ ചെയർമാൻ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലെ കൗൺസിലർമാരും കരാറുകാരും ചില ഇടനിലക്കാരുമായിട്ടുള്ളൊരു വലിയ കോക്കസാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ ഇതുവരെ നിയന്ത്രിച്ചിരുന്നത്. നമ്മുടെ പഴയ കെട്ടിടങ്ങളെ റെഗുലറൈസ് ചെയ്യാനെന്നുള്ള പേരിൽ ലക്ഷക്കണക്കിന് രൂപയാണ്, കോഴിക്കോടും തിരുവനന്തപുരത്തൊക്കെ നടന്ന പോലെ ലക്ഷക്കണക്കിന് രൂപയാണ് അനധികൃതമായി പണിത കെട്ടിടങ്ങൾ. ഈ വസ്തു നികുതി പരിഷ്കരണത്തിൻ്റെ മറവിൽ ഇതൊക്കെ റെഗുലറൈസ് ചെയ്ത് ലക്ഷങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ, പെട്രോൾ പമ്പുകൾ, എന്തിനേറെ ഇപ്പോൾ പള്ളിയുടെ മുന്നിലെ മതിൽ പൊളിച്ചു കൊടുത്തു തൊട്ട് കൈക്കൂലി വാങ്ങി വലിയ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇയാൾ ഇതുമായി ബന്ധപ്പെട്ട്. ഇതുവരെ ഞങ്ങൾ പറയുമ്പോൾ എതിർത്തിരുന്ന MLAക്ക് ഇപ്പോഴാണ്, പള്ളിയുടെ മതിൽ പൊളിച്ചപ്പോഴാണ് MLAക്ക് ഇയാളെ കുറിച്ച് മനസ്സിലായത്. അപ്പോഴും ചെയർമാൻ ഇയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇയാളെ മാറ്റാതിരിക്കാൻ വേണ്ടി കഠിന ശ്രമം നടത്തി. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അരവിന്ദാക്ഷൻ്റെ അയോഗ്യനാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനിൽ നടന്ന പരാതിയിൽ ഇയാൾ ഹാജരാക്കിയതൊക്കെ വ്യാജരേഖയാണെന്ന് ഞങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇയാളെ മാറ്റണമെന്ന് 2 മാസം മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും ഇവരാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് നോക്കിയത്. ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ഹിയറിങ്ങിൽ ഇലക്ഷൻ കമ്മീഷൻ വീണ്ടും ഡയറക്ടർക്ക് നോട്ടീസ് അയച്ചതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ അധിക ചുമതലയിൽ നിന്ന് ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2021 മുതൽ 2025 വരെ പരിപൂർണമായി വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്ന അഴിമതികളുടെ പൂർണ്ണ ഉത്തരവാദിത്തം സെക്രട്ടറി കെ മനോജിനാണ്. അത് ഇപ്പം ഇങ്ങനെ ചുമതല ഒഴിവായി പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെടില്ല. ഞങ്ങളിത് ഈ രേഖകളൊക്കെ വെച്ച് വിജിലൻസിനും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതികൾക്ക് ഫലം കണ്ടില്ലെങ്കിൽ ഇത് കോടതിയിലേക്ക് പോകാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊതുപണം ദൂർത്തടിക്കുകയും പൊതുപണം കട്ടെടുക്കുകയും ചെയ്ത അതിന് കൂട്ടുനിന്ന സെക്രട്ടറിയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളൊക്കെ, ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. ഇതിനകത്ത് ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ 3 മാസം ലീവ് എടുത്ത് മാറിയുന്നത്. അഴിമതിക്ക് അനുകൂലമായി നിൽക്കുന്നത് ആരായാലും, അത് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും, അത് അനുവദിക്കാൻ കഴിയില്ലെന്ന് നിലപാടെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ 3 മാസമായിട്ട് ഞാൻ പാർലമെൻ്ററി പാർട്ടി ചെയർമാൻ ചുമതലകളിൽ നിന്ന് ഒഴിവായി മാറി നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായും വടക്കാഞ്ചേരി നഗരസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചെയർമാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും നടപടികൾക്കെതിരെ അതിശക്തമായ പോരാട്ടം ഞങ്ങൾ നടത്തും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇപ്പോൾ സെക്രട്ടറിയെ മാറ്റാനെങ്കിലും, ഏതിൻ്റെ പേരിലായാലും സെക്രട്ടറിയെ മാറ്റാനെങ്കിലും തീരുമാനിച്ച ഡയറക്ടർ ഉത്തരവിനെ സ്വാഗതം ചെയ്യുന്നു. ഇദ്ദേഹത്തിനെതിരെയുള്ള പോരാട്ടം തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്.